ഇതാണ് ഞാൻ ചെയ്ത എൻ്റെ പെൻഡൻറ്റ് വർക്ക്. ആദ്യം ചെയ്തൊരു സ്റ്റാറാണ്, അത് പാടിപ്പോയി. രണ്ടാമത് ചെയ്തത് ഇതാണ്. ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന എംബലിഷ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ബൗൺസ് ചെയ്ത് നിൽക്കും. ഫസ്റ്റ് ലെയറിൽ തന്നെ എംബലിഷ്മെൻറ്റ്സ് ഇട്ടാൽ അത് താന്നു പോകും. അപ്പോൾ ഫസ്റ്റ് ലെയർ ക്യൂർ ചെയ്ത് സെക്കൻഡ് ലെയറിൽ എംബലിഷ്മെൻറ്റ്സ് ഇടാൻ ശ്രമിക്കാം. പിന്നീട് ഞാൻ ചെയ്തതാണ് ഇതും ശ്രദ്ധയോടെ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി നന്നായി. ഓവർ കോൺഫിഡൻസ്, എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാരണം ഇത് കുറച്ച് ധൃതി പിടിച്ച് ചെയ്തു ഞാൻ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് വെച്ചാൽ, ഇതൊരു ചുവപ്പ് സ്റ്റോണാണ്. ഇത് ഫസ്റ്റ് ലെയറിൽ ഇട്ടുകൊണ്ട് അത് താന്നു പോയി. ഓക്കെ, ഫസ്റ്റ് ലെയറിൽ ഇടുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ എൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ പൊങ്ങി വന്ന് നിൽക്കുന്നത്. റസിൻ്റെ മോൾഡിൽ ഈ ഒരു ഷേപ്പ് ഇട്ടപ്പോൾ അത് താന്നു പോയി. എന്നിട്ട് പറിച്ചെടുത്തപ്പോൾ ബാക്ക് സൈഡാണ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഇത് തിരിച്ചിടായിരുന്നു ഒരു ഓപ്ഷൻ. ഇല്ലെങ്കിൽ നമുക്ക് ലെയർ ചെയ്യായിരുന്നു. ആദ്യം ഒരു ക്ലിയർ കോട്ട് റെസിൻ ഒഴിച്ച് അത് ക്യൂർ ചെയ്തതിന് ശേഷം മാത്രം ഈ എംബ്രഷ്മെൻറ്റ്സ് വെക്കുക. അപ്പോൾ അത് മേലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതും ഒരു ഓപ്ഷനാണ്. പിന്നെ ബാക്ക് സൈഡ് ഇതിൻ്റെ ഇത്തിരി കളർ പോയതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡ് കാണാത്ത പോലത്തെ പിഗ്മെൻറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ഇടാം. എന്നിട്ട് അപ്പോൾ പിന്നെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഈ പിഗ്മെൻറ്റാണ് കാണുക, ഇത് കാണില്ല. അത് ഒരു തെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ടല്ലേ ലേൺ ചെയ്യുക. നമ്മൾ ചെയ്ത് മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇതും ലെയർ ചെയ്യായിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് ബൗൺസ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇത് നന്നായിട്ടുണ്ട്. ഇതിന് കുറച്ച് റെസിന് പിഗ്മെൻറ്റ് ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ലെയർ ചെയ്യായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് മേലെ പോപ്പ് ചെയ്ത് നിൽക്കും. ഇതിൽ പിഗ്മെൻറ്റ് ഓവറായി, ഇതിലും പിഗ്മെൻറ്റ് കുറച്ച് ഓവറായി. അപ്പോൾ ഗ്രീൻ സ്റ്റോൺ എടുത്ത് കാണിക്കുന്നില്ല. ഇതിൻ്റെ പിഗ്മെൻറ്റ് കറക്റ്റാണ്, ബട്ട് ലെയർ ചെയ്യാത്തതുകൊണ്ട് സ്റ്റോൺസ് താഴെ പോയി സെറ്റിലായി. ഇതെല്ലാം സെയിം തന്നെ. പിന്നെ ഞാൻ ചെയ്തതാണ് ബീച്ച് ഓഷ്യൻ തീം ആർട്ട്. അത് മിക്സിങ്ങിൽ ക്വാണ്ടിറ്റി അല്പം കൂടിയപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് പെൻഡൻസ് ആക്കി സെറ്റ് ചെയ്തതാണ്. പിന്നെ അർമേനിയ പോയപ്പോൾ ചെറിയ ഒരു പൈൻകോൺ കിട്ടിയിരുന്നു. അത് സെറ്റാക്കാനുള്ള മോൾഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മെഡിസിന് മെഷർ ചെയ്യുന്ന കപ്പിലാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നു. അടിയിൽ ഷെൽസൊക്കെ ഇട്ട് ബേസ് സെറ്റ് ചെയ്തിട്ടാണ് ഞാനിത് കാസ്റ്റ് ചെയ്തെടുത്തത്. പക്ഷേ ഇതിനുള്ളിൽ നിന്ന് എടുക്കാൻ കിട്ടുന്നില്ല. ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചൂടുവെള്ളം പ്രയോഗമൊന്നും നടന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു കേട്ടോ. വാവ്, അപ്പോൾ നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റെസിനിലെ ആദ്യ പരീക്ഷണങ്ങൾ. ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്